സ്വർണം വാങ്ങണം? പലരുടെയും ഒരു ചോദ്യമാണ്. കാര്യം സ്വർണത്തിന് വില കൂടിയിരുന്നു, പിന്നെ കുറഞ്ഞു, ഇപ്പം ചെറുതായി കൂടുന്നുണ്ട്. ഇപ്പം സ്വർണം നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണണ്ടേ എന്നുള്ളതാണ്. അതിനൊരു ഒരു പ്രഷ്യസ് മെറ്റൽ എന്നുള്ള രീതിയിലുള്ള ഒരു യൂസ് ഉണ്ട്. അതല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ കല്യാണ ആവശ്യങ്ങൾ അങ്ങനെയുള്ളത് കാര്യമല്ല പറയുന്നത്. അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ വാങ്ങണം, സമ്പത്ത് എന്നുള്ള രീതിയിൽ. ഇത് ഇൻഡിവിജ്വൽസ് മാത്രമല്ല സ്വർണം വാങ്ങുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറമേ ഉള്ള രാജ്യങ്ങളിലും, അതുപോലെ റിസർവ് ബാങ്ക്, പിന്നെ ഫെഡ് റിസർവ്, അതുപോലെ സെൻട്രൽ ബാങ്ക്സ്, രാജ്യങ്ങളുടെ ബാങ്കുകളുടെ ബാങ്കാണ് സെൻട്രൽ ബാങ്ക്സ്. അവർ ടൺ കണക്കിനാണ് സ്വർണം സൂക്ഷിക്കുന്നത്. അത് അവരുടെ ഒരു കറൻസിയുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. ഈ ഗോൾഡിൻ്റെ വില ജനറലി അത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ശരിയായ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയാം. അത് നമ്മൾ സാധാരണ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ FDയുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കാം. അല്ലെങ്കിൽ ഇതിന് ശരിയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അമേരിക്കയിലെ ബോണ്ടുകളിലെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് ഇൻഫ്ലേഷൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നോ അതിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അത് കുറയുമ്പോൾ ഗോൾഡ് വില കൂടും, അത് കൂടുമ്പോൾ ഗോൾഡ് വില കുറയും. അങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരിക്കുമ്പോൾ ആൾക്കാർ ന്യായമായിട്ടും ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്കോ അല്ലെങ്കിൽ ബോണ്ടുകളിലേക്കോ പോകും. അങ്ങനെ ഇൻഫ്ലേഷൻ കുറഞ്ഞു, ഇൻഫ്ലേഷൻ കൂടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് വരും. ആ സമയത്ത് അവർ തിരിച്ചാണ് ഉപയോഗിക്കുക. അതായത് ഗോൾഡിലേക്ക് തിരികെ പോകും. അപ്പോൾ ഇറാൻ വാറിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന ഒരു അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ ഗോൾഡാണ് ഏറ്റവും നല്ലതെന്ന്. ശരിയാണ് ജനറലി. പക്ഷേ ഇറാൻ വാറിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അന്നേരം ഡോളർ ആവശ്യമായിട്ട് വന്നു. ആ സമയത്ത് ഗോൾഡിൻ്റെ വില കൂടിയാണ് ഇരുന്നത് ഒരു ജാനുവരിയിലൊക്കെ. അപ്പോൾ ആ ഗോൾഡ് പ്രൈസ് കൂടിയിരുന്നത് കൊണ്ട് അവർക്കത് വിറ്റ് ഡോളർ ആക്കാനും, അത് ആ സമയത്ത് ബോണ്ടിൻ്റെ അല്ലെങ്കിൽ FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരുന്നുകൊണ്ട് അതിലേക്ക് നിക്ഷേപിക്കാനും തുടങ്ങി. അതുകൊണ്ട് ആളുകൾ ഗോൾഡ് വിറ്റു. അതുകൊണ്ടാണ് ഗോൾഡ് വില താഴെ പോയത്. വേറൊരു ഫാക്ടർ, ഇപ്പോൾ കറൻസി മെച്ചപ്പെടുത്താനായിട്ട് വലിയ രാജ്യങ്ങൾ ഗോൾഡ് വാങ്ങിക്കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് ഗോൾഡിൻ്റെ വില കൂടുന്നുണ്ട്. ഇനി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വാറ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ ഗോൾഡ് വില താഴേക്ക് വന്നിട്ട് ഇപ്പം ചെറുതായി കൂടുന്നുണ്ട്. അതായത് ഇപ്പോൾ ലോകത്തിൽ ഒരു സ്റ്റെയിൽമേറ്റ് വന്നിരിക്കുകയാണ്. നമുക്കറിയില്ല, ഈ യുദ്ധം വാർത്തകളും വാക്കുകളും ആക്ഷനുകളും തമ്മിലൊരു മാച്ചില്ല. ഒരു സ്റ്റെയിൽമേറ്റ് ആണ്. അതെന്ത് സംഭവിക്കുന്നു നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു സ്ഥിതിയും, അതേപോലെ തന്നെ ഓയിലിൻ്റെ ലോജിസ്റ്റിക് സപ്ലൈ, ആ ഏരിയയിലുള്ള ലോജിസ്റ്റിക് സപ്ലൈ ഒക്കെ കൂടി ഡിസ്റപ്റ്റഡ് ആയിരിക്കുന്നതുകൊണ്ട് ഇൻഫ്ലേഷൻ കൂടി വരുന്നുണ്ട്. വാറ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇൻഫ്ലേഷൻ കൂടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, പ്രത്യേകിച്ച് ഓയിലിൻ്റെ വില കൂടുമ്പോൾ. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് കൂടും. കാരണം ഇപ്പോൾ അത് ഓയിൽ കമ്പനീസ് അവരത് അബ്സോർവ് ചെയ്യാണ്. പക്ഷെ അത് അബ്സോർവ് ചെയ്യുമ്പം ഗവൺമെൻറ്റിന് അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ക്യാഷ് എടുത്താണ് കൊടുക്കുന്നത്. അത് ടാക്സ് പേയേഴ്സിൻ്റെ പൈസയാണ്. അപ്പോൾ ഇന്ന് കൂടുന്നില്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഡീസലിൻ്റെയോ പെട്രോളിൻ്റെയോ വില കൂട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് ഇൻഫ്ലേഷൻ ഉണ്ടാക്കാതിരിക്കില്ല. നാളെ അത് ഇൻഫ്ലേഷൻ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ ലോജിസ്റ്റിക് സപ്ലൈ ഓയിലിൻ്റെ ഡിസ്റപ്റ്റഡ് ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല രാജ്യങ്ങളും അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഓയിൽ റിസർവിൽ നിന്ന്
ഓയിൽ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ ഒരു ഇൻഡിക്കേഷൻ, അതായത് നമ്മളൊരു എക്കണോമിക് ക്രാഷിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ റിസഷനിലേക്ക് പോകാനുള്ള ഒരു ചാൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ആളുകൾ ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കൂടുതലായിട്ട് ചിന്തിക്കുക നമുക്കൊരു റിയൽ ബാക്കപ്പ് എന്താണ്, അത് കാലാകാലങ്ങളിലായിട്ട് ഗോൾഡാണ്. അതുകൊണ്ട് പതുക്കെ ഗോൾഡിലേക്ക് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഗോൾഡിന് വില കൂടുന്നത്. ഇപ്പോൾ വാങ്ങാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. നമുക്കത് ഫ്യൂച്ചറെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ 1-2 കാര്യങ്ങൾ നമുക്ക് വാച്ച് ചെയ്യാം. ഒന്നാമത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വിലക്കയറ്റം എന്നുള്ളത് കൂടിക്കൊണ്ടിരുന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടേണ്ടി വരും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടേണ്ടി വന്നാൽ ക്യാഷ് FDയിലേക്കോ അല്ലെങ്കിൽ ബോണ്ടിലേക്കോ പോകും. ആ സമയത്ത് ഗോൾഡിൻ്റെ വില താഴേക്ക് വന്നേക്കാം, അല്ലെങ്കിൽ ഗോൾഡിൻ്റെ വില കൂടാനാണ് ചാൻസ്. അത് കുറേ കൂടി ഫാക്ടേഴ്സ് ഉണ്ടാവാം, എന്നാലും ജനറലി ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഇൻഫ്ലേഷനേക്കാൾ കൂടുതൽ ഗോൾഡിനകത്ത് അഫക്റ്റ് ചെയ്യുന്നത് അമേരിക്കയിലെ ഇൻഫ്ലേഷനാണ്. അമേരിക്കയുടെ ഇൻഫ്ലേഷൻ കൂടിയാൽ അവിടുത്തെ റിസർവ് ബാങ്ക് ആയിട്ടുള്ള ഫെഡ് റിസർവിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാതെ നിവൃത്തിയുണ്ടാവില്ല. അത് കൂട്ടിയാൽ ഗോൾഡിൻ്റെ വില പിന്നെയും താഴേക്ക് വരാം, അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കാനാണ് സാധ്യത. എന്താണെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസറുടെ, ലൈസൻസുള്ള ഒരു അഡ്വൈസറുടെ സഹായത്തോടുകൂടി മാത്രം ചെയ്യുക. കാരണം ഇതെല്ലാം റിസ്ക് ഉള്ള സ്ട്രാറ്റജീസാണ്. നമ്മുടെ അലോക്കേഷൻ മാറ്റുക എന്നുള്ളത് ആ രീതിയിൽ ആലോചിച്ച് അതിൻ്റേതായ റിസ്ക്, പോസിറ്റീവ് റിസ്ക്കും നെഗറ്റീവ് റിസ്ക്കും ആലോചിച്ച് അതിനകത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് എടുക്കുക, മുമ്പോട്ട് പോകുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.